ഇസ്ലാമിലെ ഏതൊരു ആരാധനാകർമ്മത്തിനും ഇസ്ലാമിൽ ഇളവുണ്ട്. മക്കൾ ശരിക്കും മനസ്സിലേക്ക് കൊണ്ടുവരണം. ഏതൊരു ആരാധനാകർമ്മത്തിലും ഇസ്ലാമിൽ ഇളവുണ്ട്. എന്നാൽ നമസ്കാരത്തിന്റെ വിഷയത്തിൽ കൈയൊടിഞ്ഞോ നിസ്കരിക്കണം, കാല് മുറിഞ്ഞോ നിസ്കരിക്കണം, നട്ടെല്ല് തളർന്നോ നിസ്കരിക്കണം, എയ്ഡ്സ് ബാധിച്ചോ നിസ്കരിക്കണം, ക്യാൻസർ ബാധിച്ച് RCCയിൽ അഡ്മിറ്റ് ആണോ, ബോധമുണ്ടോ, ജീവനുണ്ടോ, സ്വബോധമുണ്ടോ, അയാൾ നമസ്കരിക്കണം. കിടന്നിട്ടാണെങ്കിലും ഇരുന്നിട്ടാണെങ്കിലും കുമ്പിട്ടിട്ടാണെങ്കിലും മനസ്സിൽ മുതവെടുത്തിട്ടാണെങ്കിലും നമസ്കാരം നഷ്ടപ്പെടുത്താൻ ഇസ്ലാമിൽ പാടില്ല. എന്നിട്ട് പ്രവാചകന്റെ വാക്കെന്താണ്? ആ 5 വക്ത് നിസ്കാരത്തിൽ ഒരു പെൺകുട്ടി വിജയിച്ചാൽ, ഒരാൺകുട്ടി വിജയിച്ചാൽ ബാക്കിയുള്ള ചെറിയ പാപങ്ങൾ മുഴുവൻ അല്ലാഹ് പുറത്തു കൊടുക്കും. സ്വർഗത്തിലേക്ക് മാലാഖമാർ കൂട്ടിക്കൊണ്ടുപോകും. അല്ല, 5 വക്ത് നമസ്കാരത്തിൽ ഒരാൾക്ക് പിഴവ് പറ്റിയാൽ, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് നഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ പിന്നീട് പടച്ചതമ്പുരാന്റെ മുന്നിൽ, ഞാൻ നാട്ടിലെ കുട്ടികൾക്ക് ഉപകാരമുള്ള ഒരു നല്ല കുട്ടിയായിരുന്നു, എന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു സാധുവായ പെൺകുട്ടിക്ക് വീടില്ലാതിരുന്നപ്പോൾ അങ്ങാടിയിലൂടെ ബക്കറ്റുമായി നടന്നിട്ട് പിരിവെടുത്ത് ആ കുട്ടിയെ സഹായിച്ചയാളായിരുന്നു. നാട്ടിൽ പ്രളയം വന്നപ്പോ വീടും കൂടും നഷ്ടപ്പെട്ട ആളുകൾക്ക് പള്ളികളിൽ വെച്ച് നടക്കുന്ന പിരിവുകളിൽ ആളുകൾക്ക് പൈസ ശേഖരിക്കുന്നതിൽ ഞാൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. നാട്ടുകാർക്കും കുടുംബക്കാർക്കും വേണ്ടപ്പെട്ടവളായിരുന്നു. പടച്ചതമ്പുരാൻ നയാ പൈസക്ക് പോലും പരിഗണിക്കൂല. എന്തേ കാരണം? നമസ്കാരം ഒഴിവാക്കിയ ഒരാൾ ജീവിതത്തിൽ പടച്ചതമ്പുരാന്റെ മുന്നിൽ മനുഷ്യനായി പോലും അല്ലാഹു കണക്കാക്കുകയില്ല.